ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രാജലക്ഷ്മി. എല്ലാവരെയും ഹോളിലേക്ക് വിളിക്കുന്നു. ഫിഷ് ടാങ്കിൽ കിടന്ന ആ മീൻ ചത്തിരിക്കുന്നു. ഇന്നലെ കൂടി അതിന് ഒരു കുഴപ്പവും സംഭവിച്ചിരുന്നില്ലല്ലോ എന്ന് നന്ദിനി പറയുന്നുണ്ട്. മീനാക്ഷിയും അവിടേക്ക് ഓടി വന്നിട്ട് എന്താ മുത്തശ്ശി എന്ന് ചോദിക്കുന്നു. വിഷമത്തോടെ രാജലക്ഷ്മി പറയുന്നു, എൻ്റെ ഗോൾഡൻ ഫിഷ് ചത്തുപോയെന്ന്. സങ്കടത്തോടെ മീനാക്ഷി പറയുന്നു, അയ്യോ ഇന്നലെ ഞാൻ ഇതിന് ഫുഡ് കൊടുത്തതാണല്ലോ, ഇനി ഫുഡ് കൊടുത്തിട്ട് കൂടിപ്പോയോ എന്ന് മൈഥിലി. ഏയ് അങ്ങനെയൊന്നും മീൻ ചാകില്ല എന്ന് കാർത്തിയും പറയുന്നുണ്ട്. അമ്മ വിഷമിക്കാതിരിക്കെ, ഇതിനെ വാങ്ങിച്ച് വളർത്തുമ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു ജീവിയാണിതെന്ന്. ഒന്നാമത് ഈ അലങ്കാര മത്സ്യങ്ങളൊക്കെ അൽപായുസുകളാണ് എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ട് രാജലക്ഷ്മി പറയുന്നു, എന്നാലും ഞാൻ എത്ര സ്നേഹത്തോടെ വളർത്തിയതാ ഇതിനെ. പറഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷികളെയും മീനിനെയൊക്കെ വളർത്തുമ്പോൾ നമ്മൾ ഓർക്കണം, അത് ഏത് നിമിഷവും ചത്തുപോകുമെന്ന് കാർത്തി പറയുന്നുണ്ട്. ഇന്നലെ രാത്രി കൂടി അതിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ മാലതി പറയുന്നുണ്ട്, ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്, മീനുകൾ വീട്ടിൽ വരുന്നവരുടെ നെഗറ്റീവ് എനർജി ഏറ്റെടുക്കുന്നവരാണെന്ന് ആ പുസ്തകത്തിലുണ്ട്. നെഗറ്റീവ് എനർജി ഏറ്റുവാങ്ങിയാലേ അപ്പോൾ ആ മീൻ ചത്തുപോകുമെന്നും അവർ പറയുന്നു. ഇത് കേട്ട് സാവിത്രി പറയുന്നു, ആ മാള് പറഞ്ഞത് സത്യമാണ്, മീനുകളെ പറ്റി ഇങ്ങനൊരു വസ്തുത ഞാനും കേട്ടിട്ടുണ്ട്. വീട്ടിൽ ആർക്കെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടോ അപ്പോൾ അത് ഏറ്റുവാങ്ങി മീനുകളൊക്കെ ചാകും. മീനുകളുടെ മനഃശാസ്ത്രം എഴുതിയ ആ എഴുത്തുകാരൻ്റെ പേര് എന്താണെന്നാ പറഞ്ഞത് എന്ന് കാർത്തി ചോദിച്ചപ്പോൾ മാലതി പറയുന്നു, പ്രൊഫസർ ബെഞ്ചമിൻ കൊഞ്ചമട. അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് കാർത്തി ചോദിക്കുന്നുണ്ട്. അയാളെ കണ്ടുപിടിച്ചിട്ട് തല്ലിക്കൊല്ലാനായിരുന്നു അയാളുടെ ഒരു മനഃശാസ്ത്രം. സാവിത്രി പറയുന്നു, നിനക്ക് അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. മീനുകൾ നെഗറ്റീവ് എനർജി ഏറ്റെടുത്ത് ചാകുന്നവരാണ്. അതിനിവിടെ എന്ത് നെഗറ്റീവ് എനർജിയാണ് ഉള്ളത് എന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട്. അല്ല, പുതുതായി ഇവിടെ ചിലർ കയറി വന്നിട്ടുണ്ടല്ലോ എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു, അമ്മായി എന്നെക്കുറിച്ചാണല്ലോ ഈ പറയുന്നത്. അയ്യോ ഞാൻ പേരെടുത്തൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് സാവിത്രി. പേരെടുത്ത് എന്തിനാ പറയുന്നത്? പുതുതായി വീട്ടിലേക്ക് കയറി വന്നത് ഞാനല്ലേ എന്ന് മീനാക്ഷി. ശരിയല്ലേ മീനാക്ഷി പറഞ്ഞത്, ഇവളല്ലേ ഇവിടെ പുതുതായിട്ട് വന്നിട്ടുള്ളത്. എന്താ മിണ്ടാത്തത്? അമ്മയുടെ മനസ്സിലുള്ള അഴുക്ക് മുഴുവനും ആ നാവിലൂടെ മോശപ്പെട്ട വാക്കുകളായിട്ട് പുറത്തേക്ക് വരികയാണ് എന്നെ കാർത്തി പറഞ്ഞപ്പോൾ ദേഷ്യത്തോട് സാവിത്രി പറയുന്നു, മാലതി ഒരു സത്യം പറഞ്ഞു, ആ സത്യം ഞാൻ അങ്ങ് ശരിവെച്ചു, അത്ര തന്നെ. എന്ത് സത്യം? അമ്മ ഈ അപവാദം പറച്ചിൽ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ വല്ല ട്രാൻസ്ഫർ വാങ്ങി ഈ നാട്ടിൽ നിന്ന് തന്നെ പോകുമെന്നും കാർത്തി പറയുന്നു. ഞാൻ മീനാക്ഷിയുടെ പേര് പറഞ്ഞ് അപമാനിച്ചിട്ടില്ല. മീൻ മരിക്കാനുള്ള കാരണം പലതുണ്ട്, അതിലൊന്നും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് നെഗറ്റീവ് എനർജി തന്നെയാണ്, വ്യക്തമായിട്ട് അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് കേട്ട് മീനാക്ഷി പറയുന്നു, അമ്മയ്ക്കും ഇളയമ്മയ്ക്കും വ്യക്തമായ ചില ഉദ്ദേശങ്ങളുണ്ടെന്ന് വളരെ പണ്ടേ എനിക്ക് മനസ്സിലായതാണ്. സങ്കടത്തോടെ രാജലക്ഷ്മി കുറച്ച് ഇന്നലത്തെ സംഭവങ്ങൾ ആലോചിക്കുന്നു. രാജലക്ഷ്മിയും മീനാക്ഷിയും കൂടി ആ മീനെ കളിപ്പിച്ച കാര്യം. സങ്കടത്തോടെ തന്നെ അവിടുന്ന് പോവുകയാണ് രാജലക്ഷ്മി അമ്മ. ശേഷം കാണിക്കുന്നത് വിഷമത്തോടെ ഇരിക്കുകയാണ് മീനാക്ഷിക്ക് നന്ദിനി ഭക്ഷണം കൊടുക്കുന്നു. വിഷമിക്കാതെ മോളെ, അതൊന്നും സാരമില്ല. ഇവിടെ ചില ആളുകൾ ഫുൾ നെഗറ്റീവാണ്. അവരുടെ മനസ്സിലേക്ക് ദൈവം വിചാരിച്ചാൽ പോലും വെളിച്ചം കടത്തിവിടാൻ സാധിക്കില്ല. ഇത് കേട്ട് മീനാക്ഷി ചോദിക്കുന്നു, ആർക്കാ അമ്മയെ ഭക്ഷണമെന്ന്? മൈഥിലിക്കാണെന്ന് നന്ദിനി പറയുന്നുണ്ട്. എന്നെ ഇങ്ങ് കൊണ്ടുപോവാ, ഞാൻ കൊണ്ടുപോയിക്കോളാം, അമ്മ ഇനി സ്റ്റെപ്പ് കയറിപ്പോണ്ട എന്ന് മീനാക്ഷി പറഞ്ഞിട്ട് നന്ദിനിയുടെ കയ്യിൽ നിന്നും ആ ഭക്ഷണം വാങ്ങിച്ച് മൈഥിലിക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയം വൈശാഖ് മൈഥിലിക്ക് പാല് കൊണ്ട് വരികയായിരുന്നു. അപ്പോഴാണ് മീനാക്ഷി ഭക്ഷണം അവിടേക്ക് കൊണ്ടുവരുന്നത് കാണുന്നത്. പെട്ടെന്ന് മീനാക്ഷിയുടെ ഫോണിൽ വൈശാഖ് ബെല്ലടിക്കുന്നു. ഇതാരാ, വൈശാഖോ? എന്നിട്ട് കേൾക്കാത്തതുപോലെ വൈശാഖ് ആക്ട് ചെയ്യുന്നു. എന്താ കേൾക്കുന്നില്ല എന്ന് മീനാക്ഷി ചോദിക്കുന്നുണ്ട്. ആ ഭക്ഷണം അവിടേക്ക് വെച്ചിട്ട് അല്പം മാറി നിൽക്കുകയാണ് മീനാക്ഷി. ഈ സമയത്ത് ആ ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് വൈശാഖ് പോകുന്നു. എന്നിട്ട് ആ ഭക്ഷണത്തിൻ്റെ സ്ഥാനത്ത് ആ പാലും കൊണ്ടുവയ്ക്കുന്നുണ്ട്. ആ പാലിൽ നേരത്തെ ഒരു പച്ചമരുന്ന് വാങ്ങിയിരുന്നു, ആ പച്ചമരുന്ന് കലർത്തിയതായിരുന്നു. ഒടുവിൽ വൈശാഖ് മീനാക്ഷിയോട് പറയുന്നുണ്ട്, സോറി മീനാക്ഷി, ഞാൻ എൻ്റെ ഫ്രണ്ട് മനുവിനെ വിളിച്ചതാണ്, നമ്പർ മാറിപ്പോയതാ, ഇത് വലിയ ശല്യമായല്ലോ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അവിടേക്ക് വന്നു. ആ തക്കം നോക്കി വൈശാഖ് അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. എന്നാൽ ആ സമയം അതിൽ പാല് വന്ന കാര്യം മീനാക്ഷി ശ്രദ്ധിക്കുന്നില്ല. നേരത്തെ പാലില്ലായിരുന്നു, പിന്നീടാണ് ഈ പാല് വൈശാഖ് കൊണ്ടുവച്ചത്. ആ ഭക്ഷണവുമായിട്ട് മൈഥിലിയുടെ മുറിയിലേക്ക് മീനാക്ഷി പോകുന്നുണ്ട്. മൈഥിലിയാണെങ്കിൽ മുറിയിൽ ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു. മൈഥിലി ചോദിക്കുന്നുണ്ട് മീനാക്ഷിയോട്, ഇന്നെന്താ മീനാക്ഷിയാണോ ഫുഡ് കൊണ്ടുവന്നത്? സാധാരണ ദൈവമ്മയാണല്ലോ കൊണ്ടുവരുന്നത്, ഇന്നെനിക്ക് പാല് മാത്രം മതി, വേറെ ഒന്നും വേണ്ടെന്ന് മൈഥിലി പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഈ ഫുഡും കൂടി കഴിച്ചേ പറ്റൂ എന്ന് മീനാക്ഷി. ഇന്നെനിക്ക് പാല് മതി, ഒട്ടും വിശപ്പില്ല എന്ന് മൈഥിലി പറയുന്നു. വിശപ്പ് വരുമ്പോൾ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഗുഡ് നൈറ്റും പറഞ്ഞ് മീനാക്ഷി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ മൈഥിലി ആ പാലെടുത്തു.
ശേഷം കാണിക്കുന്നത് മൈഥിലിയും കാർത്തിയും ഒരുമിച്ച് കിടക്കുകയായിരുന്നു. ആ സമയത്ത് മൈഥിലിക്ക് നല്ല വയറുവേദന വരുന്നുണ്ട്. വേദന കൊണ്ട് പുളയുകയാണ് മൈഥിലി. വേദന കാരണം സഹിക്കാൻ വയ്യാതെ അമ്മയെന്ന് പറഞ്ഞ് അവിടെ എണീച്ചിരിക്കുന്നുണ്ട്. പൊട്ടിക്കരയുകയും ചെയ്യുന്നു. സഹിക്കാൻ വയ്യാത്ത വയറുവേദന കാർത്തിക്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ കരയുകയാണ് മൈഥിലി. കാർത്തികം എണീറ്റു. എന്താ പറ്റിയത് എനിക്ക് ചോദിക്കുന്നുണ്ട്. വയറുവേദനിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് മൈഥിലി കരയുന്നത്. മൈഥിലി, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് കാർത്തി മൈഥിലിയെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ കാണിക്കുന്നത് മൈഥിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ട്രിപ്പ് ഇട്ടിരിക്കുന്നു. ഡോക്ടർ മൈഥിലിയെ പരിശോധിക്കുന്നുണ്ട്. അരികിൽ സിസ്റ്ററുമുണ്ട്. പരിശോധിച്ച ശേഷം ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനായി സിസ്റ്ററിനോട് പറയുന്നുണ്ട്. വൈശാഖും കാർത്തികുമുണ്ട് പുറത്ത്. രണ്ടുപേർക്കും നല്ല ടെൻഷനുണ്ട്. ഡോക്ടർ അവരോട് സംസാരിക്കുന്നു. തൽക്കാലം കുഴപ്പമില്ല, അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരു അബദ്ധവുമില്ല, സുഖമായിട്ടിരിക്കുന്നു എന്നും ഡോക്ടർ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ കാർത്തിയിരിക്കുന്നു. വിഷമത്തോടെയും ടെൻഷനോടെയും നിരാശയോടെയും വൈശാഖം ഇരിക്കുന്നുണ്ട്. കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചത് നന്നായി, അല്പം കഴിഞ്ഞിരുന്നെങ്കിൽ ഇതാവില്ലായിരുന്നു അവസ്ഥ എന്നും ഡോക്ടർ പറഞ്ഞപ്പോൾ ഞെട്ടലോടെ കാർത്തിയിരിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെ. ഗർഭിണികളായ സ്ത്രീകളുടെ ആഹാര രീതി വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ആപത്തുകൾ വന്നേക്കാമെന്നും ഡോക്ടർ പറയുന്നു. പേഷ്യന്റ് ഇപ്പോൾ ഒബ്സർവേഷനിലാണെന്നും ഒരു 5 മണിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നും ഡോക്ടർ പറയുന്നു. ഇദ്ദേഹം സാറിന്റെ ആരാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു ബന്ധുവാണെന്ന് കാർത്തി പറയുന്നു. ഒന്ന് പുറത്തേക്ക് നിൽക്കാമോ എന്ന് അദ്ദേഹത്തോട് വൈശാഖിനോട് ഡോക്ടർ പറയുന്നു. അങ്ങനെ വൈശാഖ് പുറത്തേക്ക് പോയി. അയാളെ ഞാൻ പുറത്തേക്ക് വിട്ടത് എൻ്റെ ചില സംശയങ്ങൾ സാറിനോട് മാത്രമായി പറയാനാണ്. ഫുഡ് പോയ്സൺ ആയതുമേ തോന്നിയതാണെന്ന് നിങ്ങൾ വന്നപ്പോൾ ചില ടെസ്റ്റുകൾ നടത്തിയിരുന്നു. ഞാൻ തന്നെ വല്ലാണ്ട് കൺഫ്യൂസ്ഡായി. കാരണം ഇത് സാധാരണ ഫുഡ് പോയ്സൺ അല്ല, വേറെ ഏതോ ഒരു പോയ്സൺ മൈഥിലിയുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. ആ പോയ്സൺ ഭക്ഷണത്തിലൂടെയാണ് മൈഥിലിയുടെ ഉള്ളിൽ ചെന്നിരിക്കുന്നത്. ആഹാരത്തിലെ കാര്യമായതുകൊണ്ട് അതെങ്ങനെയാണ് ഉള്ളിൽ ചെന്നത് എന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ഭക്ഷണത്തിലൂടെയാണോ ഡോക്ടർ ഈ പോയ്സൺ ഉള്ളിൽ ചെന്നിരിക്കുന്നത് എന്ന് കാർത്തി ചോദിക്കുന്നുണ്ട്. അതെ, അതിന് സംശയം വേണ്ട എന്ന് ഡോക്ടറും പറയുന്നു. ഞാൻ ഒരു മരുന്നും കൂടി കുറിച്ച് തരാം, വീട്ടിൽ ചെന്നിട്ട് കഴിക്കണമെന്നും ഡോക്ടർ പറഞ്ഞിട്ട് ഒരു മരുന്നും കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് കാർത്തി വല്ലാത്ത ടെൻഷനിൽ നിൽക്കുന്നു. തുടർന്ന് കാർത്തി മൈഥിലിയെ വീട്ടിലെത്തിച്ചിരിക്കുന്നു. എല്ലാവരും ഹോളിൽ തന്നെയുണ്ട്. കാർത്തി എല്ലാവരോടുമായി പറയുന്നു, കപ്പലിൽ തന്നെയാണ് കള്ളൻ എന്ന അവസ്ഥയാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ എല്ലാവരെയും ഞെട്ടിക്കുന്നു. എന്താ മോനെ കാര്യം? അതെന്താണെങ്കിലും നീ തുറന്നു പറയുന്നു കൈമൾ പറയുന്നുണ്ട്. നീ ഇങ്ങനെ പറയില്ലല്ലോ, എന്തെങ്കിലും തക്കതായ കാരണമില്ലാണ്ട് നീ ഇങ്ങനെ സംസാരിക്കില്ല എന്നും മുത്തശ്ശിയും പറയുന്നുണ്ട്. അമ്മേ, മൈഥിലിയുടെ വയറ്റിൽ പോയ്സൺ ചെന്നിട്ടുണ്ട് എന്ന് കാർത്തി പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടലോടെ ഇരിക്കുന്നു. അത് സാധാരണ ഫുഡ് പോയ്സൺ അല്ല, പോയ്സൺ തന്നെയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മൈഥിലിയോട് സത്യത്തിൽ നീ ഇന്നലെ എന്താ കഴിച്ചത് എന്ന് കാർത്തി ചോദിക്കുന്നുണ്ട്. എന്താ കഴിച്ചതെന്ന് തുറന്ന് പറയും മൈഥിലി. ഇന്നലെ എനിക്ക് ഭക്ഷണം വേണമെന്ന് തോന്നിയില്ല, അതുകൊണ്ട് പാല് മാത്രമാണ് ഞാൻ കുടിച്ചത് എന്ന് മൈഥിലി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു. അതിനെ ഇന്നലെ രാത്രി ഞാൻ പാല് തന്നില്ലല്ലോ എന്ന്. പാല് തന്നെ ഞാൻ കുടിച്ചത് എന്ന് മൈഥിലി പറഞ്ഞപ്പോൾ അതെങ്ങനെ വന്നു എന്ന് നന്ദിനി ആലോചിക്കുന്നു. മീനാക്ഷിയാണ് എനിക്ക് പാല് കൊണ്ടു തന്നത് എന്ന് മൈഥിലി പറഞ്ഞപ്പോൾ മീനാക്ഷി ഞെട്ടി നിൽക്കുന്നു. ആ ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ പാലും ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ആ കാര്യത്തെപ്പറ്റി ആലോചിക്കുകയാണ് മീനാക്ഷി. കാർത്തി മീനാക്ഷിയോട് ചോദിക്കുന്നു. ഇനി മീനാക്ഷി പറയേ, ദേവമ്മ മൈഥിലിക്ക് പാല് തന്ന് വിട്ടില്ല എന്ന് പറയുന്നു. മൈഥിലി പാല് കുടിച്ചില്ല എന്നും പറയുന്നു. മൈഥിലി പാല് കുടിച്ചു എന്നും പറയുന്നു. ഇതിലേതാണ് സത്യം? മീനാക്ഷി മൈഥിലിക്ക് കൊണ്ടുവന്ന് കൊടുത്ത ഭക്ഷണത്തിൽ പാലുണ്ടായിരുന്നോ എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു, ഉണ്ടായിരുന്നു, ആ പാത്രത്തിൽ പാലുണ്ടായിരുന്നു. മൈഥിലി ചേച്ചി പാല് മാത്രമാണ് കുടിച്ചത് എന്ന് മീനാക്ഷി പറയുന്നു. ഇതൊക്കെ എന്ത് അത്ഭുതമാണെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു. ഇത് അത്ഭുതമല്ല, ഇതിന്റെ പേര് കൊലപാതക ശ്രമമാണെന്ന് സാവിത്രി പറയുന്നു. എൻ്റെ മരുമകളെ വരെ കൊല്ലാൻ ഇതിനകത്ത് പദ്ധതി ഇടുന്നുണ്ട് എന്ന് ചുരുക്കം എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നു. സാവിത്രി കാര്യങ്ങൾ വ്യക്തമായി അറിയുന്നതിന് മുമ്പ് ഇതിനകത്ത് സംസാരം വേണ്ട. ഇത് കേട്ട് സാവിത്രി പറയുന്നു, ഇത് ആവശ്യമുള്ള സംസാരം തന്നെയാണ്. നന്ദിനി കൊടുത്തയക്കാത്ത പാല് മീനാക്ഷി എന്തിനു കൊടുത്തു എന്നും എനിക്കിപ്പോൾ അറിഞ്ഞേ പറ്റൂ. ഇവിടെ വെച്ച് പറയണം. എൻ്റെ മകൻ്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ നോക്കിയില്ലേ എന്തിന്? ഞാൻ കൊല്ലൂടെ എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ അമ്മയെന്ന് വിളിക്കുകയാണ് കാർത്തി. ഇവളെ ഞാൻ വെറുതെ വിടില്ല, ഇവളെ ഞാൻ കൊല്ലും എന്നും സാവിത്രി പറയുന്നു. വെറും സംശയത്തിന്റെ പേരിൽ ഇവളെ ക്രൂശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൾ ഇത്രയും ഹീനമായ പ്രവൃത്തി ചെയ്യില്ല എന്ന് നന്ദിനി പറയുന്നുണ്ട്. നന്ദിനി പറഞ്ഞത് 100% ശരിയാണ്. മീനാക്ഷി ഇത്ര ക്രൂര പ്രവൃത്തിയൊന്നും ചെയ്യില്ല. മൈഥിലിയുടെ വയറ്റിൽ ജനിക്കാനിരിക്കുന്ന പിഞ്ചു കുഞ്ഞിനെ കൊന്നിട്ട് മീനാക്ഷിക്ക് എന്ത് നേടാനാ എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ കാർത്തിയും പറയുന്നു, മീനാക്ഷി ഇത് ചെയ്യില്ല എന്ന് ഉറപ്പായിട്ടും എനിക്കും അറിയാം എന്ന് കൈമളും.
മീനാക്ഷി സംശയിക്കുന്ന രണ്ടേ പേരേ ഉള്ളൂ ഈ ചെമ്പകലത്ത്. അത് ഈ നിൽക്കുന്ന സാവിത്രിയും മാലതിയുമാണെന്നും കൈമൾ പറയുന്നുണ്ട്. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ക്രിമിനൽ കുറ്റം ആര് ചെയ്താലും അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. മീനാക്ഷി ഒന്ന് ഓർത്തു നോക്കിയേ, ഈ ഭക്ഷണമായി പോയപ്പോൾ എന്തൊക്കെ നടന്നു എന്ന് ഒന്ന് ഓർത്തു നോക്കിയേ എന്ന് കാർത്തി പറയുന്നു. ആ സമയം അവിടെ ഉണ്ടായ കാര്യങ്ങൾ മീനാക്ഷി പറയുന്നു. ഭക്ഷണവുമായി ഞാൻ പോയപ്പോൾ എനിക്കൊരു കോള് വന്നു. ആ ഭക്ഷണം അവിടെ വെച്ചിട്ട് ഞാൻ മാറിൽ നിന്ന് ഫോണിൽ സംസാരിച്ചു. ആരാ നിന്റെ ഫോണിൽ വിളിച്ചത് എന്ന് കാർത്തി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു, ദേ ഇവൻ, ഈ വൈശാഖ്. പെട്ടെന്ന് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു. സാവിത്രിക്ക് ചില കാര്യങ്ങളൊക്കെ സംശയമുണ്ടായിരുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.